ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക് ബ്രാൻഡ് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താനാണ്. ഞാൻ യൂസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ് എൻവൈബ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മാസത്തിൽ കൂടുതലായി. യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതിനകത്ത് കുറച്ച് ഡ്രോബാക്സും ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ അകത്ത് 5 ഷെയ്ഡ്സാണ് വരുന്നത്. ഈ എൻവൈബ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സും ഉണ്ട്, പിന്നെ ന്യൂഡ് ഷെയ്ഡ്സും ഉണ്ട്. ഞാൻ പേഴ്സണലി ന്യൂഡ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തത് ന്യൂഡ് ഷെയ്ഡ്സാണ്. ഇതിനകത്ത് 5 വരുന്നത്. ഞാൻ മിക്കവാറും ഉള്ള ഷെയ്ഡ്സ് എല്ലാം ഒരു ലിപ്പ് ലൈൻ കൊണ്ട് ലൈൻ ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടി പർപ്പസായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ബ്ലഷ് ആക്കാം, ഐ ഷാഡോ ആക്കാം, കോണ്ടൂർ ചെയ്യാം, അതേപോലെ ലിപ്പ് ലൈൻ ചെയ്യാം. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന കണ്ടൻറ് എന്ന് വെച്ചാൽ ആർഗൺ ഓയിലും വൈറ്റമിൻ ഇയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് പിഗ്മെൻറ്റേഷൻ മിക്കവാറും ചില ബ്രാൻഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ലിപ്പിന്. പക്ഷേ ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്ത പിന്നെ എനിക്കങ്ങനെ പിഗ്മെൻറ്റേഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അത് നിങ്ങൾക്ക് എൻ്റെ ചുണ്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള പിഗ്മെൻറ്റേഷനൊന്നും ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനിത് പർച്ചേസ് ചെയ്തത് പർപ്പിളിൽ നിന്നാണ്. അന്ന് ഇതിനൊരു 200 റുപ്പീസ് ആയിരുന്നു. മാത്രമല്ല നമുക്ക് കൊറിയർ ചാർജ് കൂടെ ചേർത്തിട്ട് അന്ന് എനിക്കൊരു 250 ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല ബ്രാൻഡിൻ്റെ ഹൈ എൻഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് അതൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് നമുക്കതൊന്നും എക്സ്പയർ ആവാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ എടുത്ത് കളഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ വേണം എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് ഈ ഒരു ബ്രാൻഡ് ഞാൻ കണ്ടത്. മാത്രമല്ല ഇത് ചെറിയ ചെറിയ ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്ത് എന്തായാലും എക്സ്പയറിക്ക് മുന്നേ ഒരു 3/4 ഭാഗമെങ്കിലും കൺസ്യൂം ചെയ്ത് തീർക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. ഈ 5 ഷെയ്ഡ്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണിത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 5 ഷെയ്ഡ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തിടാൻ പറ്റും. മിക്സ് ചെയ്ത് പുതിയ കളേഴ്സ് ഉണ്ടാക്കി നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 399 ആണ്. പക്ഷേ ഇപ്പോൾ ഓഫർ റണ്ണിങ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേറ്റ് കുറച്ച് കിട്ടുന്നത്. ഇത്രയും കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ലിപ്സ്റ്റിക്കാണിത് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്ത് തീരുകയും ചെയ്യും. പിന്നെ നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, കുറച്ച് നെഗറ്റീവ്സ് കൂടെ പറയണ്ടേ. അങ്ങനെ കുറച്ച് നെഗറ്റീവ്സാണ് ഇത് കണ്ടില്ലേ, എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ബാഗ്സ് ഇതെല്ലാം നശിച്ചിരിക്കുക. കാരണം നമ്മളിപ്പോൾ ധൃതിപ്പെട്ടിട്ട് ഇത് ചേഞ്ച് ചെയ്തിടാനായിട്ട് നോക്കുമ്പോഴത്തേനും നമ്മളുടെ കൈ തട്ടി ഇത് ഡാമേജ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ കുറേ വട്ടം എനിക്ക് പറ്റിയിട്ടുണ്ട് അബദ്ധം. അതാണ് ഞാൻ ഈ കാണിച്ചിരുന്നത്. കാരണം ഇത് മൊത്തവും ലിപ്സ്റ്റിക്കായിട്ടിരിക്കുന്നത് ഞാൻ ധൃതി പിടിച്ച് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും അല്ല. ട്രാൻസ്ഫർ ആവുന്നുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ എന്തായാലും പറയത്തുള്ളൂ കേട്ടോ. ഇതാണ് ഷെയ്ഡ്സ് 5 വരുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.